ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബോഗൺവില്ല വേര് പിടിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായി ഞാൻ കുറച്ച് ബോഗൺവില്ലേൻ്റെ കമ്പുകൾ മുറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കണേ. പിന്നെ അടിഭാഗത്ത് ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, കമ്പിൻ്റെ അടിഭാഗത്ത് ഒന്ന് ചെരിച്ച് ഷേപ്പ് മുറിച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ നട്ടു കൊടുക്കുക. അങ്ങനെ ചെരിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ വേര് പിടിച്ച് കിട്ടുമേ. അങ്ങനെ എല്ലാ കമ്പുകളും ഇലകളൊക്കെ കളഞ്ഞ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കുറച്ച് നീളത്തിലുള്ള കമ്പായതുകൊണ്ട് നമുക്കിത് 2 കഷ്ണാക്കി മാറ്റാം. 2 കമ്പും കുത്തി കൊടുക്കാം. രണ്ടിനും വേര് പിടിപ്പിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെ ഞാൻ കമ്പുകളെല്ലാം ഇലകളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മണ്ണ്, മണൽ, ചകിരിച്ചോറ്, ചാണകപ്പൊടിയൊന്നും വേണ്ട, ചകിരിച്ചോറാണ് ചേർക്കേണ്ടത്. വളങ്ങളൊന്നും ഇപ്പോൾ ചേർക്കേണ്ടതില്ല. ഈ മണ്ണ്, മണലും ചകിരിച്ചോറും മാത്രം വെച്ചിട്ട് ചട്ടിയിൽ നട്ടു കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്തിട്ട് ചട്ടിയിൽ നട്ടു കൊടുക്കാം. അതിലാണ് നമ്മുടെ ഈ കമ്പുകൾ കുത്തി കൊടുക്കേണ്ടത്. വേനൽക്കാലത്ത് വേര് പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ ബോഗൺവില്ലേൻ്റെത്. നമ്മൾ മഴക്കാലത്താണെങ്കിൽ ഇത് മണ്ണിൽ കുത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേഗത്തിൽ വേര് പിടിച്ച് കിട്ടുമേ. അപ്പോൾ നമ്മൾ കുറച്ച് എന്തെങ്കിലും ഇങ്ങനെയുള്ള ചെറിയ സൂത്രപ്പണികളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേനൽക്കാലത്ത് വേര് പിടിപ്പിച്ച് എടുക്കാൻ പറ്റൂലേ. അങ്ങനെ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ എത്ര കമ്പുകളാണോ നമ്മൾ കുത്തി വെക്കേണ്ടത് അത്രയും ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ തണ്ടിൽ നമ്മൾ കറ്റാർവാഴേൻ്റെ ജെല്ലിൽ മുക്കിയിട്ടാണ് നമ്മൾ നട്ടു കൊടുക്കുന്നത്. കറ്റാർവാഴേൻ്റെ ജെല്ല് ഒരു നല്ല റൂട്ടിങ് ഹോർമോണാണ്. അതുകൊണ്ടാണ് ഈ ജെല്ലിൽ മുക്കിയിട്ട് നട്ടു കൊടുക്കുന്നത്. റൂട്ടിങ് ഹോർമോൺ വേറെയും കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഞാനിങ്ങനെയാണ് ചെയ്തു കൊടുക്കുന്നത്. കറ്റാർവാഴേൻ്റെ ജെല്ലിൽ മുക്കിയിട്ടാണ് നട്ടു കൊടുക്കുന്നത്. ഈ ജെല്ല് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ കുത്തി വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ കൊമ്പുകളും നമ്മൾ ഈ ഹോൾസിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവേ. അങ്ങനെ എല്ലാ കമ്പുകളും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വടിക്കശം നമുക്ക് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിനൊരു കവർ മൂടി കൊടുക്കുവേ. അപ്പോൾ ആ കവർ നമ്മുടെ ഈ കമ്പിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്, വടിക്കഷ്ണം വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കവർ നേരെ തന്നെ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ കവറൊന്ന് മൂടിക്കൊടുക്കണം. ഇപ്പോൾ കണ്ട നമ്മളിങ്ങനെ കവർ മൂടിക്കൊടുക്കുമ്പോൾ അത് നേരെ തന്നെ നിന്നില്ലേ. അപ്പോൾ ആ വടിക്കഷ്ണം ഇല്ലെങ്കിൽ അത് ഒടിഞ്ഞ് നമ്മുടെ ഈ കമ്പിൻ്റെ മേലേക്ക് വീഴും. അതുകൊണ്ടാണ് ഇങ്ങനെ വടിക്കഷ്ണം വെച്ച് കൊടുക്കുന്നത്. ഇതൊന്ന് അമർത്തി കെട്ടി കൊടുക്കണേ. ചട്ടി അടക്കം നമ്മളൊന്ന് കെട്ടി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ഷെയ്ഡ് ഭാഗത്തേക്ക് വെക്കണം. 1 മാസമെങ്കിലും നമുക്കിത് വേര് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആവുമേ. അപ്പോൾ ഇതിൽ ഇലകളൊക്കെ വരുന്നത് നമുക്ക് ഈ കവറിലൂടെ നോക്കുമ്പോൾ കാണാൻ വേണ്ടി കഴിയുക. അപ്പോൾ നല്ലോണം ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം ഈ കവറ് മാറ്റി കൊടുത്താൽ മതിയാവുമേ. കവറ് മാറ്റിയതിന് ശേഷം കുറച്ച് നാൾ നമ്മൾ തണൽ ഭാഗത്ത് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ചില സമയത്ത് അത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് നല്ലോണം ഇലകളൊക്കെ വന്നതിന് ശേഷം മാത്രം വെയിലത്ത് വെച്ചാൽ മതി. ഞാൻ അതുപോലെ ചെയ്തെടുത്തതാണ്. ഈ ഒരു കമ്പ് ഇതിൽ കണ്ടോ, കുറച്ച് തെളിര ഇലകളൊക്കെ വന്നിട്ടുണ്ടോ. ഞാൻ ഇതുപോലെ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്തു കൊടുക്കുക. നിങ്ങൾക്കും തീർച്ചയായും വേര് പിടിപ്പിക്കാൻ സാധിക്കുമേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണേ. ബായ്.